ഇപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു ഹൽവ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. സൂപ്പർ ഹൽവ. ഓക്കെ, നമ്മളിതുകൊണ്ട് ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 200 ഗ്രാം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഓക്കെ, നന്നായിട്ട് കട്ടിയില്ലാണ്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒഴിക്കാൻ. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇവിടെ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കും. നെയ്യ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തേക്കും ഒരേപോലെ നെയ്യ് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ കുറച്ച് ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതുപോലെ ഇടാം കേട്ടോ. കുറച്ച് ഒരു 5 ഏലക്കായ മതി. നമ്മൾ 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തു. ഓക്കെ, പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുന്നുണ്ട് കണ്ടോ. നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് പോകണമായിരുന്നു. നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നു കേട്ടോ. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ അധികം വെക്കേണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ആദ്യം നമ്മൾ കുറച്ച് തീ കൂട്ടി വയ്ക്കാം. പിന്നെ തീ കുറച്ചിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ നെയ്യ് 5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 2 ടീസ്പൂൺ ചേർത്തു, പിന്നെ 2 ടീസ്പൂൺ ചേർത്തു, പിന്നെ 1 ടീസ്പൂൺ കൂടി ചേർത്തു. അപ്പോൾ 5 ടീസ്പൂൺ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് നന്നായിട്ട് നിങ്ങൾക്ക് കാണാം, പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതാണ് വിട്ട് പോകുന്നുണ്ട്. നന്നായിട്ടൊന്നും കൂടി ഇളക്കി ഇതിൻ്റെ ജലാംശം കംപ്ലീറ്റ് പോകുന്നവരെ കുറച്ചും കൂടി ഇളക്കി കൊടുക്കുക. ഒരു പരുവാകുമ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചും കൂടി നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് വെച്ച് നന്നായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ഒഴിച്ച് കൊടുത്ത നെയ്യ് ആദ്യം ഇതിലൊന്ന് കംപ്ലീറ്റ് യോജിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെയ്യ് കംപ്ലീറ്റ് പുറത്തേക്ക് വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഇപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ, അതേ നന്നായിട്ട് നമ്മളത് പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് വിട്ട് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം ചൂടാറാനായിട്ട്. ഓക്കെ,
അപ്പോൾ നമ്മളെല്ലാം രണ്ട് ചില്ല് പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹാർഡ്ലി ഒരു അരമണിക്കൂർ എടുത്തുള്ളൂ അത് ചെയ്യാനായിട്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഹൽവ ഉണ്ടാക്കണമെങ്കിൽ അരമണിക്കൂറേ വേണ്ടൂ. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ആർട്ടിഫിഷ്യൽ കളറൊക്കെ കൊടുത്ത് ചേർത്ത് ഉണ്ടാക്കണേക്കാളും നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണ്. വളരെ ടേസ്റ്റിയാണത്. നമുക്കിതിനൊരു 2 മണിക്കൂറൊന്ന് തണുക്കാൻ വയ്ക്കാം. ഓക്കെ, അത് നമുക്ക് മുറിച്ച് കാണിക്കാം. നല്ലോണം ചൂടാറിയുണ്ട്. 3 മണിക്കൂറായി ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ആഹാ, നല്ല സോഫ്റ്റ് ഹൽവയാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ സോഫ്റ്റ് ഹൽവയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എല്ലാവരും കാണാം ഉണ്ടോ, ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അലുവ കഴിക്കണമെങ്കിൽ കടയിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഓക്കെ, അടിപൊളി അലുവ റെഡി. കാണാം, നല്ല സോഫ്റ്റാണ്. നല്ല